ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മംഗലാപുരം ജില്ലയിലുള്ള കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ചരിത്ര പ്രധാനമായ ഒരു ക്ഷേത്രമാണിത്. അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഏകദേശം 10-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിൽ സ്ഥാപിതമായ ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും മഞ്ജുനാഥൻ ആയിട്ടാണ് ശിവൻ ഇവിടെ അറിയപ്പെടുന്നത്. ചിന്മാത്രശേഷം ശിവയൈകപാർശ്വം ചിന്മാത്രശേഷം ശിവയൈകപാർശ്വം ചിത്തനിർമ്മലഭക്തമൂർത്തി പ്രവേശം ചിന്മാത്രശേഷം ശിവയൈകപാർശ്വം ചിത്തനിർമ്മലഭക്തമൂർത്തി പ്രവേശം നിർമുക്തപാപം നിശ്ചലദീപം നിർമുക്തപാപം നിശ്ചലദീപം നിർമുക്തപാപം നിശ്ചലദീപം നിർമുക്തപാപം നിശ്ചലദീപം നീലകണ്ഠദാസ ധ്യാനസ്വരൂപം നിർമുക്തപാപം നിശ്ചലദീപം നീലകണ്ഠദാസ ധ്യാനസ്വരൂപം ശിവാനന്ദം ബ്രഹ്മാനന്ദം ചിന്മയപരാനന്ദം ശിവാനന്ദം ബ്രഹ്മാനന്ദം. ഇവിടെ ഉപപ്രതിഷ്ഠകളായിട്ട് ഗണപതിയുടെ ഉപപ്രതിഷ്ഠയുണ്ട്. അതല്ലാതെ ദുർഗാ പരമേശ്വരി, അയ്യപ്പൻ, ഇത്രയും ഉപപ്രതിഷ്ഠകളാണ് പ്രധാനമായിട്ടുള്ളത്. എൻ്റെ പുറകെ കാണുന്നതാണ് ഗണപതിയുടെ ഉപപ്രതിഷ്ഠ. കർണാടകയിലെ ഏത് ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കർണാടകയുടെ ടിപ്പിക്കലായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്, വാസ്തുവിദ്യ എന്ന് പറയുന്നത്. ഒരു നാലുകെട്ട് രീതിയിലുള്ള, ഏകദേശം കേരളത്തിലുള്ളതുപോലെ തന്നെയാണ്, പക്ഷെ എന്നാലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. കൂടുതലും തടിപ്പണികളൊക്കെ ആയിരിക്കും ജനലിനും ഒക്കെ കൂടുതലുള്ളത്. അതുപോലെ ഒരുപാട് മണ്ഡപങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഇവിടെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിട്ടാണ് മിക്ക ക്ഷേത്രങ്ങളും നമുക്ക് കാണുന്നത്. വലിയൊരു പ്രതിഷ്ഠയാണ് ഇവിടെ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതെ, ഇവിടുത്തെ വിഗ്രഹം വലിയ പൊക്കമുള്ള ഒരു വിഗ്രഹമാണ്. അതുപോലെ ശിവനാണെങ്കിലും ഒരു രൂപമായിട്ടാണ്, അതായത് 3 തലയും 6 കൈകളും ഉള്ള ഒരു രൂപമായിട്ടാണ് ഇവിടുത്തെ മഞ്ജുനാഥ സ്വാമിയുടെ പ്രതിഷ്ഠ. ഇവിടെയാണ് ദുർഗാ പരമേശ്വരി ദേവിയുടെ ഉപപ്രതിഷ്ഠയുള്ളത്. ഈ
ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവ ഈ ക്ഷേത്രത്തിനേക്കാളും ഉയർന്ന ഒരു പ്രദേശത്ത് ഇവിടെ ഉണ്ട്. ആ നീരുറവയിലെ ജലമെല്ലാം 9 തീർത്ഥക്കുളങ്ങളിലായിട്ട് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഈ ആദ്യം ക്ഷേത്രത്തിൽ വരുന്നവർ അവിടെ പോയി ആ കുളത്തിലെ ജലത്തിൽ ശരീരം ശുദ്ധീകരിച്ചിട്ടാണ് ഇവിടെ വന്ന് തൊഴുക എന്നാണ് പറയപ്പെടുന്നത്. കാശിയിലെ ഭാഗീരഥി നദിയിലെ ജലമാണ് ഈ നീരുറവയിൽ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ തീർത്ഥക്കുളത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഇവിടെയാണ്. ഇതാണ് ആ 9 ക്ഷേത്രകുളങ്ങൾ. 9 ഭാഗിച്ചിട്ടുണ്ട്. അങ്ങ് അറ്റത്തുള്ള ക്ഷേത്രകുളം അടച്ചിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് നാഗങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇവിടെ മാത്രമാണ് ക്ഷേത്രക്കുളം ക്ഷേത്രത്തിനേക്കാളും ഉയർന്ന സ്ഥലത്ത് ഉള്ളത്. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിനേക്കാളും താഴ്ന്ന പ്രദേശത്താണ് കുളം ഉള്ളത്. ഇവിടെ മാത്രം ക്ഷേത്രത്തിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന സ്ഥലത്താണ് ക്ഷേത്രക്കുളം ഉള്ളത്. ഞാനത് നേരത്തെ പറഞ്ഞു, ക്ഷേത്രത്തിൽ നിന്നും ഉയർന്ന ഒരു പ്രദേശത്ത് ഒരു നീരുറവ ഉണ്ടെന്നും അതിലെ ജലമാണ് ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്നതെന്നും. ഈ ക്ഷേത്രക്കുളത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എത്ര വരൾച്ച വന്നാലും എത്ര മഴ വന്നാലും ഈ വെള്ളത്തിൻ്റെ ഈ ഒരു അളവ് എന്ന് പറയുന്നത് ഒരിക്കലും കുറയുകയോ കൂടുകയോ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പരശുരാമൻ തപസ് ചെയ്ത് ശിവനെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ശിവന്റെ ഒരു സ്വയംഭൂ വിഗ്രഹം ഇവിടെ ഉണ്ടായെന്ന് പറയപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗീരഥി നദിയിലെ നീരുറവ വരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെയാണ്. ദാ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ആ വെള്ളം കളക്ട് ആയിട്ട് ആ 9 കുളത്തിലേക്ക് കളക്ട് ചെയ്യുന്നത്. എത്ര വരൾച്ച വന്നാലും ഈ നീരുറവ വറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ ഭാഗീരഥിയിലെ വെള്ളം ഇതിലെടുത്തിട്ട് അവിടെ മേളിൽ ശിവലിംഗത്തിൽ കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്യാൻ പോവുക. ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഞാൻ പറഞ്ഞത്. ടിപ്പിക്കൽ കർണാടക സ്റ്റൈലിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കൊടിമരത്തിൻ്റെ അത്രയും തന്നെ പൊക്കമുള്ള വലിയൊരു ദീപസ്തംഭമാണ്. അത് ഈ ഒരു ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ്. വലിയ പൊക്കമുള്ള ഒരു ദീപസ്തംഭം ഇത് അവിടെയാണ്. സാധാരണ മറ്റെല്ലാ ക്ഷേത്രത്തിലും ഉള്ളതുപോലെ പെർമനൻ്റ് ആയിട്ട് ഇവിടെ കൊടിമരം ഇല്ല. ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് കൊടിമരം ഇവിടെ നാട്ടുക. ഉത്സവം കഴിയുമ്പം എടുത്തു മാറ്റും. മെയിൻ ഉത്സവം എന്ന് പറയുന്നത് മകരസംക്രാന്തിയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ദീപസ്തംഭം. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, കാർത്തിക ഇവിടുത്തെ പ്രധാന ഉത്സവമാണ്.
ഇവിടെ വിളക്കെല്ലാം കത്തിച്ച് വളരെ വലിയൊരു ഉത്സവമായിട്ടാണ് കാർത്തിക ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉത്സവമാണ് രഥോത്സവം. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്. വെള്ളി രഥത്തിലാണ് ഇവിടെ ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് രഥോത്സവമാണ്. അത് മകരസംക്രാന്തിക്കാണ് നടക്കുന്നത്. അതിൽ 9 ദിവസത്തെ ഉത്സവമുണ്ട്. അതിൽ 7ാമത്തെ ദിവസം ഈ ദീപസ്തംഭത്തിൽ 7 തട്ടുകളിൽ മാത്രമേ വിളക്ക് കത്തിക്കാറുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ വലിയ ദീപസ്തംഭം കണ്ടില്ലേ, ഇതിൽ 7 തട്ടുകളിലാണ് ആ സമയത്ത് 7ാമത്തെ ദിവസം വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉത്സവമാണ് കാർത്തിക മാസത്തിലെ കാർത്തിക അമാവാസി എന്ന് പറയുന്നത്. അന്ന് ലക്ഷദീപത്തിന് എല്ലാ വിളക്കും കത്തിക്കും. പ്രധാന പ്രതിഷ്ഠ ഇവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം രഥോത്സവമാണ്. ഈ രഥോത്സവത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. രഥോത്സവത്തിന് വെള്ളി രഥത്തിൽ മഞ്ജുനാഥ സ്വാമിയെ എഴുന്നള്ളിച്ചുകൊണ്ടാണ് രഥോത്സവം നടക്കുന്നത്. അതുമാത്രമല്ല, ഈ രഥത്തിന് മുന്നിലായിട്ട് ഇവിടെ കുതിരപ്പുറത്ത് ഈ ക്ഷേത്രത്തിൻ്റെ സ്വാമി എഴുന്നള്ളും. ഈ സ്വാമിക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ അധികാരവും ഉള്ളത്. എല്ലാ 12 വർഷം കൂടുമ്പോഴും പുതിയ സ്വാമിമാരെ അധികാരത്തിൽ ഏർപ്പെടുത്തും. ഓരോ 12 വർഷത്തിലും പുതിയ സ്വാമിമാരെ തിരഞ്ഞെടുക്കുന്നത് നാസിക്കിൽ കുംഭമേളയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ വർഷവും ആ സമയത്ത് അവിടെ വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്വാമിമാരും അവരുടെ കുറേ ശിഷ്യന്മാരും കൂടെ നാസിക്കിൽ നിന്ന് നടന്ന് ഈ ക്ഷേത്രത്തിൽ വരും. അപ്പോൾ രഥോത്സവത്തിന് ഈ സ്വാമിജി കുതിരപ്പുറത്തിരുന്ന് എഴുന്നള്ളി പുറകിലായിട്ട് രഥത്തിൽ മഞ്ജുനാഥ സ്വാമിയെ എഴുന്നള്ളിച്ചുകൊണ്ട് പോവും. അപ്പോൾ ഈ സ്വാമിജി എല്ലാ തവണയും രഥോത്സവത്തിന് കുതിരപ്പുറത്തിരുന്നിട്ട് ആവോ ബേട്ട മഞ്ജുനാഥ് എന്ന് പറഞ്ഞിട്ടാണ് മഞ്ജുനാഥ സ്വാമിയെ എഴുന്നള്ളിക്കുന്നത്. നമസ്തേ മഞ്ജുനാഥ, നമസ്തേ കാലഭൈരവം, നമസ്തേ പരശുരാമച്ഛ, നമസ്തേ ചന്ദ്രനാഥ. आओ बेटा मंजुनाथ, आओ बेटा मंजुनाथ, आओ बेटा मंजुनाथ. ഞങ്ങളിവിടെ മംഗലാപുരത്ത് വന്നപ്പം ശ്രീ യോഗീഷ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്ന് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് സർ. അതിപുരാതനമായ ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു ക്ഷേത്രം ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇതുപോലെ എത്ര ക്ഷേത്രങ്ങളാണ് നമുക്കുള്ളത് അല്ലേ? ഇനിയും ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മറ്റൊരു ശ്രേഷ്ഠാധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ.